ഒരു അപകർഷതാബോധവും വേണ്ട. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന വിവരദോഷികളുടെ വാക്ക് കേട്ട് മനസ്സ് നോവേണ്ടതില്ല. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്ത വിവരദോഷികളായ ആളുകളുടെ വാക്കുകൾ കേട്ട് ഇസ്ലാമിനോട് ഒരു അപകർഷതാബോധവും തോന്നണ്ട. ഇസ്ലാമിന്റെ ഏറ്റവും ചെറിയ കാര്യം മുതൽ ഇസ്ലാമിന്റെ എല്ലാ വിഷയങ്ങളും അതുല്യമാണ്. അതിനോടുള്ള അസൂയ കൊണ്ടാണ്, ആ വെറുപ്പ് കൊണ്ടാണ് നിങ്ങൾ വഴിതെറ്റണമെന്ന് പോലും അവർ ആഗ്രഹിക്കുന്നതെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. വതകസീറു മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറാ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം. അസൂയ കൊണ്ട് അവരെ പോലെ നിങ്ങളും വഴിവെച്ചവരായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. റഹ്മാനായ റബ്ബ് പറയാണ്, ഈ അസൂയയാണത്, ഈ വെറുപ്പാണത്. അതുകൊണ്ടല്ലേ റബ്ബ് പറഞ്ഞത് വലൗ കരിഹൽ മുശ്രികൂൻ വലൗ കരിഹൽ കാഫിറൂൻ. സത്യനിഷേധികൾക്ക് എത്ര വെറുപ്പുണ്ടായാലും ശരി, ബഹുദൈവാരാധകർക്ക് എത്ര വെറുപ്പ് തോന്നിയാലും ശരി, അതുല്യമായി പ്രകാശത്തെ നാം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത് സ്തുത്യർഹനായ റബ്ബിന്റെ വഴിയാണ്, പ്രതാപിയായ റബ്ബിന്റെ വഴിയാണ്. ആകാശങ്ങളും ഭൂമിയും ഏതൊരു റബ്ബിൻ്റെതാണോ ആ റബ്ബിന്റെ വഴിയാണത്. അപകർഷതാബോധമില്ലാതെ ഇസ്സത്തോടുകൂടി ഇതിലെ ഓരോ സുന്നത്തുകളെയും മുറുകെ പിടിക്കുക, ഓരോ ആശയങ്ങളെയും മുറുകെ പിടിക്കുക, ശക്തമായ ഭാഷയിൽ പ്രബോധനം ചെയ്യുക. ഈ വെളിച്ചം കത്തിച്ചു വെക്കൽ നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുന്ന ആളുകൾ അത് സ്വീകരിച്ചുകൊള്ളും. പക്ഷേ ഈ വെളിച്ചം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ദൗത്യം അള്ളാഹുവിന്റെ ഈ ദീന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക.